ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമോ, വാട്ട 18 ഇടോ ഒക്കെ ചോദിച്ചു. പക്ഷേ ഒന്നും നടക്കാറില്ല. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ രാവിലത്തെ പരിപാടിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണ വരെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 20 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത് തന്നെ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമായിട്ട് ഇന്നത്തെ വീഡിയോ ഒതുങ്ങിപ്പോയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫായിട്ട് പിന്നെ ഒരു ദിവസം നമുക്ക് വരാം. കുറേ പേര് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യ് അതൊക്കെയാണ് ഇപ്പോൾ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫുള്ളായിട്ട് എടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ചേട്ടന് ജോലി ഉണ്ടാവും, പിന്നെ ചക്കയുള്ള കാരണം അവളെയും ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഒക്കെ കൂടി ഒത്ത് വരാത്ത കാരണമാണ് കേട്ടോ ഇടാത്ത. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ഞാൻ എടുക്കാം, രാവിലത്തെ വിശേഷങ്ങൾ ഇടാം കേട്ടോ. അപ്പോൾ അത് എണീറ്റ് ആദ്യം തന്നെ ചെയ്യണ കാര്യം ഞാൻ ചായ വെക്കലാണ്. കാരണം 2 പേര് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വേണ്ടത് ചായയാണ് അവർക്ക്. അപ്പോൾ അച്ഛനും മോൾക്കോട്ടാ. അപ്പോൾ ചായക്ക് പാല് അടുപ്പത്ത് വെച്ച് അപ്പുറത്ത് ഞാൻ നൂലപ്പം ഉണ്ടാക്കാനുള്ള രീതിയിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ, അവരൊക്കെ നല്ല ഉറക്കമാണ്. അതാണ് എനിക്ക് ഇത്ര സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണത്. ചക്ക എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. അപ്പം അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയേക്കാട്ടോ, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയേക്കാം. അപ്പം അച്ഛനാണെങ്കിൽ 6 മണിക്ക് ജോലിക്ക് പോകും. അപ്പം ഇന്ന് അച്ഛന് മുടക്കൊന്നുമില്ല, അച്ഛൻ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ആയാലും അച്ഛൻ വീട്ടിൽ അങ്ങനെ ഇരിക്കണ ആളല്ല, അപ്പം എപ്പോഴും ആൾ പുറത്ത് തന്നെയാണ്. അപ്പം നമുക്കാണെങ്കിൽ കിണറില്ല കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിണർ കുത്തിയിട്ട് അവിടെ നിന്നാണ് വെള്ളം നമുക്ക് എല്ലാവർക്കും കുറേ വീടുകളിലേക്ക് എത്തിച്ച് കിട്ടണം. അപ്പോൾ ഒരു സമയമുണ്ട്, ആ സമയത്താണ് അവർ വെള്ളം അടിക്കണം. ആ സമയം നോക്കി നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു 2 മണിക്കൂറിനടുത്ത് അവർ വെള്ളമൊക്കെ അടിച്ചിടും. എല്ലാ ദിവസവും വരും കേട്ടോ വെള്ളത്തിന് അങ്ങനെ ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല. കിണറില്ലെങ്കിലും വെള്ളം നമ്മൾ മുകളിൽ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. വേറെ നമ്മൾ കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് താഴെ ബക്കറ്റിലും കാര്യങ്ങളിലൊക്കെ പിടിച്ച് വയ്ക്കാണ്ട ചെയ്യാറ്. അപ്പോൾ അതേ രാവിലെ എനിക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന പണിയുണ്ട് ചായ വെക്കൽ. ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായി, കാരണം അവരെപ്പോഴാണ് എനിക്കണെന്ന് പറയാൻ പറ്റില്ല. അച്ഛനായാലും മോൾക്കായാലും കണ്ണ് തുറന്നപ്പോൾ തന്നെ ചായ വേണം, അതും പാൽ ചായ തന്നെ വേണം, നിർബന്ധം കേട്ടോ. എങ്ങാനും പാലെങ്ങാനും ഇല്ല എന്നുണ്ടെങ്കിൽ ചാരു അന്നത്തെ ദിവസം ഫുൾ ചാരുൻ്റെ മൂടോട്ടാവും. അത് കാരണം ചായ റെഡിയാക്കി ഞാൻ മേശമ്മ ഇങ്ങനെ കപ്പിലൊഴിച്ച് ഇങ്ങനെ വയ്ക്കും. അവർക്കങ്ങനെ ചൂട് വേണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് കാരണം ഇച്ചിരി ചൂടാറിയാലും ചായ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സമാധാനപരമായിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചായയാണ് അവർക്ക് വേണ്ട കാര്യം. അപ്പോൾ ചക്ക എണീറ്റിട്ടില്ല, ചാരു എണീറ്റിട്ടില്ല, ചേട്ടനും എണീറ്റിട്ടില്ല. 3 പേര് നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചക്കേനെ പോയി നോക്കണുണ്ട്, ആൾ നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടൻ്റെ കപ്പാണ് കേട്ടോ. ഇതിലാണ് ചേട്ടൻ ചായ കൊടുക്കുള്ളൂ, രാവിലെയും വൈകിട്ടും ഇതിൽ ഓരോ കപ്പ് ചായ നിർബന്ധം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചായ ഒഴിച്ച് വയ്ക്കും. അപ്പോൾ എണീക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ചേട്ടൻ തന്നെ എനിക്ക് കുടിച്ചോളും, അല്ലെങ്കിൽ കൊടുക്കൂട്ടാം. അപ്പോൾ ചക്ക വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആൾ കപ്പ് തന്നെ എടുത്തിട്ട് വെക്കോളും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് തുടങ്ങണം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ള ചായ ഇങ്ങനെ മൂടി വയ്ക്കും ചാരുവിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുക, ഇന്ന് നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ചേട്ടന് ഭയങ്കര ഇഷ്ടമുണ്ടോ നൂലപ്പം. ചാരുവിന് പിന്നെ പലഹാരങ്ങളോട് വലിയ താല്പര്യമില്ല, ആൾക്ക് ഒന്നും തന്നെ കഴിക്കലില്ല. പലഹാരമായാലും ചോറായാലും ആൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഭക്ഷണം കഴിക്കലും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതേ നൂലപ്പം ഉണ്ടാക്കാൻ പോകണം. മിക്ക ദിവസവും നൂലപ്പമാണ് ഞാൻ ഉണ്ടാക്കാറ്, കാരണം ചേട്ടനുള്ള ദിവസം ചേട്ടന് നൂലപ്പം തേങ്ങാപ്പാലാണ് ഇഷ്ടം. എനിക്കും ഇപ്പോൾ അത് ഉണ്ടാക്കി അതൊരു എളുപ്പപ്പണിയായിട്ട് മാറി. അപ്പോൾ ചേട്ടൻ എണീറ്റപ്പോൾ ചായ കൊടുത്തപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ അതൊന്ന് ആറ്റും കൊണ്ട് വരാനായിട്ടാണ് പറയണം. ചേട്ടന് നല്ല ചൂട് പാടില്ല, കാരണം ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചുള്ളൂ. അപ്പോഴേക്കും ആൾ എണീറ്റ് വന്നു. അപ്പോൾ ഞാൻ ആറ്റി കൊടുത്തിട്ട് ചായ കൊടുത്തു. അപ്പോൾ ഞാൻ നൂലപ്പത്തിന് തേങ്ങാപ്പാൽ വേണോ, പിന്നെ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചോളുന്നുണ്ട്. ഇന്ന് ദുഃഖവെള്ളിയുള്ളൂ, മുടക്കമുള്ളൂ. അപ്പോൾ ചിക്കനൊന്നും കിട്ടില്ലാത്ത കാരണം ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ വാങ്ങിക്കാൻ പോയതാണ്, അപ്പോൾ മീനൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കണോ രാവിലെ തന്നെ വെക്കണോ, അത് എപ്പോഴും നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ചേട്ടന് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാനങ്ങനെ
ചിക്കൻ കറി വേണോ തേങ്ങാപ്പാൽ വേണോയെന്ന് ചോദിക്കാൻ പോയിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇറയം മാത്രം ഒന്ന് അടിച്ചിട്ടു കേട്ടോ. കാരണം വിളക്ക് വെച്ചതിൻ്റെ ചന്ദനത്തിരിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ ഇറയം അടിച്ചിടും. ബാക്കിയുള്ളത് നമ്മുടെ സമയം പോലെ എപ്പോഴാണ് ഗ്യാപ്പ് ഇടണേ അപ്പോഴാണ് ഇട്ട് അടിച്ചിടാം. അപ്പോൾ വേഗം ഞാൻ നൂലപ്പം ഉണ്ടാക്കി അടപ്പത്ത് വെച്ചിട്ട് മെഷീനിൽ തുണിയിടാൻ പോയിട്ടോ. മെഷീനിൽ തുണിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഉണങ്ങി കിടക്കുന്നുണ്ടാവും. പിന്നെ ഒന്ന് വിരിച്ചിട്ടാൽ മതി. ചക്കിയുടെ ഡ്രസ്സും പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ പിന്നെ നല്ല ഡ്രസ്സുകൾ അങ്ങനെ മാത്രമായിട്ടാണ് ഞാൻ തിരുമ്മി എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഡെയിലി ഞാൻ മെഷീനിലായിട്ട് ഇടാറ്. കാരണം രണ്ടുപേരും ഉള്ള കാരണം കുറേ ഡ്രസ്സുണ്ടാവും. പിന്നെ രാത്രി ബെഡിൽ മൂത്രമൊക്കെ കാരണം അതും വീതിയും ബെഡ്ഷീറ്റ് പുതപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും മെഷീനിൽ ഇടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു 46 മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ ആളത് മിണ്ടാണ്ട് കിടക്കുക. ചക്കിയുടെ ഉറക്കം ശരിയായി നല്ലതായിട്ട് ഉറങ്ങി എനിക്കാണെങ്കിൽ ആളിതേ ഈ മൂഡിലാണ് എനിക്കാ. നമ്മളെ ശല്യപ്പെടുത്തേ ഇല്ല. എണീറ്റ് കിടക്കാമെന്ന് അറിയും കൂടി ഇല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണ കാരണമായിട്ട് അറിയണേ. ആൾ നല്ല ചിരിച്ച് കളിച്ച് കുറച്ച് നേരം കിടന്ന് കളിച്ചോളും. ആൾക്ക് കൂടുതലും കിടന്ന് കളിക്കാനാണ് ഇഷ്ടം. എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ആൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എപ്പോഴും ഒരാൾ കൂടെ വേണം. ഒരാളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ആൾക്ക്. ചാരുള്ള കാരണം പിന്നെ എനിക്ക് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. ആളെപ്പോഴും ചാരു എപ്പോഴും ചക്കയുടെ പിന്നാലെ പാട്ടും പാടിയും ഓരോ സർക്കസ് കാണിച്ച് ഇങ്ങനെ ഇരിക്കണം. അതിന് വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച ചിക്കനായ കാരണം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഐസാവാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നൂലപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറ് വയ്ക്കുന്നത് നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ, ഇൻഡക്ഷൻ കുക്കറിൽ. അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ട് അടിച്ചരി തുടച്ചിടാം എന്നുള്ള ഇതിലാണ് ഇരിക്കണേ. പക്ഷെ ചക്കി എണീറ്റ് കിടക്കണതിന് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഇനി സ്പീഡപ്പാവെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോഴേക്കും ആൾ ഇടയും. ചാരുവാണെങ്കിൽ എണീറ്റിട്ടില്ലല്ലോ. അപ്പോൾ അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, ആൾ നോക്കിക്കോളൂ കേട്ടോ ചക്കീനെ. ചാരു ഉള്ള കാരണം ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ആൾ അവിടെ തന്നേക്ക് തന്നെ കിടന്ന് കളിക്കുന്നുണ്ട്. കർട്ടനൊക്കെ ഇങ്ങനെ അനങ്ങണ, ഫാൻ്റെ കാറ്റുകൊണ്ട് അനങ്ങണ കാരണം അതൊക്കെ കുറേ നേരം നോക്കി കിടക്കും. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് കളിച്ചോളൂ കേട്ടോ. വലിയ ബഹളം കാര്യങ്ങളൊന്നുമില്ല. ചാരു എണീറ്റിട്ടില്ല. സാധാരണ ചക്കി എണീറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും ചക്കി കരഞ്ഞു തുടങ്ങും. അപ്പോഴാണ് കേട്ടോ ചാരു എണീക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാരു എണീറ്റു. ചക്ക എണീറ്റാൽ പിന്നെ ചാരുവിൻ്റെ ഉറക്കം കണക്കുക. ആൾ ഇടയ്ക്കിടയ്ക്ക് വച്ചെടുക്കുമ്പോൾ ആൾക്കങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, ആൾ എണീക്കും. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ നിർബന്ധമാണ് കേട്ടോ, ചായ നിർബന്ധം ആൾക്ക്. അപ്പോൾ പല്ലേച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാൾ മുന്നേ വരെ ആൾ എണീറ്റ് അപ്പനെ ചായ കുടിക്കുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ് പല്ലൊന്ന് തേച്ച് കഴിഞ്ഞിട്ട് കുടിക്കുള്ളൂ കേട്ടോ. അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കും. ചേച്ചി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചക്കീനെ പിന്നെ നോക്കണ്ട കേട്ടോ, കുറേ നേരം ആളുടെ കൂടെ തന്നെ ആയിക്കോളും. രാവിലെ ചക്കി നല്ല മൂടായിരിക്കും. അത് കാരണം നമുക്ക് വേഗം പണികൾ സ്പീഡപ്പാക്കി കഴിഞ്ഞാൽ വലിയ ബഹളം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ട് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ചാരുവിന് ചായ കൊടുത്ത് കുറച്ച് കുടിക്കുള്ളൂ കേട്ടോ, ഇത്തിരി മതി ആൾക്ക് ചായ. പക്ഷേ എണീറ്റ ഉടനെ വേണം, അതൊരു നിർബന്ധമായിട്ട് മാറി. അപ്പോൾ ഞാൻ ചിക്കനിൽ വേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്തെടുക്കണ്ട. സബോളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ വേഗം റെഡിയാക്കി എടുക്കാൻ പോവാം. അപ്പോൾ കുറേ നാളെ ഡൈം ലൈഫ് എടുക്കാൻ പറഞ്ഞ് ചാരു പറയണം കേട്ടോ ഓരോ വീഡിയോ കാണുമ്പോഴും. അപ്പോൾ ഇന്ന് നമ്മൾ ഡൈം ലൈഫാണ് എടുക്കണേ. ക്യാമറയൊക്കെ വെച്ചാൽ ആൾക്ക് മനസ്സിലായി. അപ്പോൾ ആളും കൂടെ വന്ന് ഞാൻ അമ്മയെ സഹായിക്കാം, ഹെൽപ്പ് ചെയ്യാം, ഞാൻ അരിഞ്ഞ് തരാം എന്നൊക്കെയാണ് ആൾ പറയണേ. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ആൾക്കിങ്ങനെ പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില നേരമുണ്ട്, ആ നേരം നോക്കി നിൽക്കണം എന്ന് മാത്രം. ചില സമയത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചാൽ വലിയ ഡിമാൻഡാണ് കേട്ടോ. ആൾ വരുമൊന്നുമില്ല, ബഹളമൊക്കെ പിടിച്ച് വാശിയൊക്കെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ വേഗം സബോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ ചക്കി ഇടയ്ക്ക് ഒച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചാരുവിനോട് പറഞ്ഞു, നീ ചക്കീനെ നോക്കിയാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ആൾ വലിയ സമ്മതിക്കാൻ വഴിയില്ല. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വന്നു കേട്ടോ. ചക്കിക്ക് കുറച്ച് നേരം പാലൊക്കെ കൊടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി വയ്ക്കാനുള്ള പരിപാടിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളിയിലാണ് കേട്ടോ എപ്പോഴും ചിക്കൻ കറി വയ്ക്കാറ്. ഇവിടെ എപ്പോഴും ഉരുളി തന്നെയാണ് വയ്ക്കാറ്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടുത്തെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ പ്രത്യേകത ഒന്നുമില്ല. ഞാൻ വെക്കണത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കും. ചതച്ചല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, നന്നായിട്ട് ഭയങ്കരമായിട്ട് മൂക്കണ്ട, ഒന്ന് എണ്ണയിൽ കിടന്ന് ചൂടായി വരുമ്പോൾ സബോള ഇട്ട് നന്നായിട്ട് വഴന്നിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് ആണെങ്കിൽ പച്ചമുളക് ഉണ്ടായില്ല, അപ്പോൾ ഞാൻ സബോള മാത്രമായിട്ട് ഇട്ടേക്കണം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴായിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർക്കുക. പിന്നെ ഞാൻ ചിക്കനിൽ ഐസൊക്കെ പോയി കഴിഞ്ഞപ്പോൾ മസാല പൊടികളൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, വിട്ടുപോയിട്ടോ. അപ്പോൾ സബോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലും വീണ്ടും പൊടികൾ ചേർക്കും. അപ്പോൾ ഞാൻ ചിക്കനിലും പൊടികളും ചേർത്ത് പറ്റി വെച്ചിട്ടുണ്ട്, ഇതിലും പൊടികൾ ചേർക്കുക. അപ്പോൾ അതാണ് രണ്ടിലും കുറച്ച് ഇടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി മാത്രമായിട്ടോ പരട്ടി വയ്ക്കാൻ എടുക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നമില്ലാണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും. അപ്പം ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ഇനി വേഗം തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല. അടി തുട കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ബഹളമില്ലാണ്ട് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചിടും കേട്ടോ. അത് മിക്ക ദിവസവും രാവിലെ തന്നെ ഞാൻ ചെയ്യും. ഒന്നില്ലെങ്കിൽ ചക്ക എണീക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ അവൾ എണീറ്റ് ഞാൻ അവളുടെ ഒരു ഗ്യാപ്പ് നോക്കി എന്തായാലും രാവിലെ തന്നെ അടിച്ചു വാരി തുടച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും. പിന്നെ അതേ ചോറ് തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ. നമ്മൾ ഒരു 11 മണി 11:30 എടുക്കുകയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ കറി മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം നൂലപ്പം റെഡി ആയിട്ടുണ്ട്, ചോറും വെച്ച് കഴിഞ്ഞു. ഇനി ചിക്കൻ കറി മാത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ രാവിലെ. കാരണം ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 നേരം 3 നേരം 4 നേരമൊക്കെ ഇങ്ങനെ ഓടിക്കോളും, വലിയ കുഴപ്പമില്ല കേട്ടോ. എന്ത് കിട്ടിയാലും ചിക്കൻ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ സാധാരണ നൂലപ്പം തേങ്ങാപ്പാലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കറി ആക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാകുമ്പോൾ പിന്നെ രാവിലെ തന്നെ കറി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ സബോള ഒന്ന് വഴറ്റാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വഴറ്റുമ്പോഴേക്കും വേഗം തുടയ്ക്കാന്നുള്ള രീതിയിൽ ഹാളൊക്കെ തുടയ്ക്കണം. അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചാരി എപ്പോഴും ചവിട്ടി മതിക്കണം. വേഗം ഞാൻ ഫാൻ ഇട്ടിട്ടാട്ടോ ഉണക്കാറ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരാളെ അന്വേഷിക്കുന്നുണ്ടാവും, ചേട്ടൻ എണീറ്റിട്ട് ചായ കുടിക്കുന്ന സീൻ മാത്രം എടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും എടുത്തിട്ടില്ല. കാരണം ആൾ ഒരു സിനിമ കാണാനുള്ള 2-3 ദിവസമായി ഒരു സിനിമ കാണാൻ പറഞ്ഞ് ഫോണിൽ കയറ്റിയിട്ട്, പക്ഷേ ഒന്നും നടക്കാറില്ല. അപ്പോൾ ആൾ അപ്പുറത്തെ റൂമിൽ വാതിലടച്ചിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് സ്വസ്ഥമായിട്ടിരുന്ന് കാണണം എന്നുള്ള ഇതാണ്. എന്തെങ്കിലും ഒരു സിനിമ കിട്ടിയ ആൾ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അപ്പുറത്തെ റൂമിലുണ്ട്. അപ്പോൾ സവോളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞിട്ടു കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് നമ്മുടെ മറ്റേ പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ ടീസ്പൂൺ കണക്കും അളവൊന്നും ഇല്ല കേട്ടോ എനിക്ക്. അത് എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ അങ്ങോട്ട് ഇടുന്നുള്ളൂ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരാറ്. അപ്പോൾ ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കറി വയ്ക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിലാണ് ഞാൻ ചെയ്യാറ്. ഇത് പൊടികളൊക്കെ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മറ്റേ മസാലയൊക്കെ തേച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച വെള്ളമൊന്നും ചേർക്കണ്ട, ചാറാക്കണ്ട, അതിലോ ചിക്കനിൽ ഓൾറെഡി വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങുമല്ലോ, അത് മതി എന്നുള്ള രീതിയിലിരുന്നേ. പിന്നെ ഞാൻ വിചാരിച്ചു നൂലപ്പം കഴിക്കണ്ടേ, അപ്പോൾ ഇത്തിരി ചാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കൻ ഒന്ന് മൂടിയിട്ടിട്ട് വേഗം ചക്കയുടെ കുറച്ച് ട്രൗസറും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വേഗം തിരുമ്മിടാനായിട്ട് പോയി. തിരുമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും. കാരണം ട്രൗസർ ഭയങ്കര അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം ചക്കയുടെ ഡ്രസ്സ് മാത്രം ഒന്ന് തിരുമ്മിട്ടു കേട്ടോ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഒട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഒട്ടും ചാറായിട്ടില്ല. അപ്പോൾ നൂലപ്പം തിന്നാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതൊഴിച്ച് കൊടുത്തു കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ചാറിരുന്നാലും നമുക്ക് നൂലപ്പൊക്കെ തിന്നാനായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ വേറെ ചാറുകറിയും കാര്യങ്ങളൊന്നും വെക്കണമില്ലല്ലോ.
അപ്പോൾ അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും വേഗം പാത്രം കഴുകിയെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. ഒന്ന് തേച്ച് വരുമ്പോഴേക്കും ചക്ക അവിടെ അടഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരമായി ആൾ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ ആളൊന്ന് എടുക്കണം, നടക്കണം, അങ്ങനെ മടിയിലൊന്ന് ഇരുത്തിയാലും മതി, അല്ലെങ്കിൽ ആൾ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അതേ കരഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് എടുത്ത് ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തല അപ്പോഴായിട്ട് ഞാൻ ആലോചിച്ചു, അയ്യോ മുടി കെട്ടിച്ചത് ശരിയായില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് പിന്നെ തോർത്തിട്ട് കെട്ടി അങ്ങനെ നടക്കും. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടോ തോർത്തൊക്കെ അഴിച്ച് മുടിയൊക്കെ ഉണക്കാറ്. അപ്പം ഇന്നാണെങ്കിൽ ചൂടെടുത്തിട്ട് വേണ്ടായില്ല. അപ്പം ഞാൻ മുടിയൊന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും എങ്ങനെയൊക്കെ കെട്ടി വെച്ചു. ചക്കി ഇരിക്കണാനും മുടി മര്യാദയ്ക്ക് കെട്ടാനും പറ്റിയില്ല. അപ്പം ഞാൻ ചക്കി വാശി പിടിച്ച കാരണം ചേട്ടനെ വിളിക്കേണ്ടി വന്നു കേട്ടോ. ചേട്ടനാണെങ്കിൽ സിനിമ കണ്ട് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ആൾ വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തോളും, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ചെയ്തോളും. അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. ചാരുവിനാണെങ്കിൽ എപ്പോഴും അടുക്കളയിൽ എന്ത് ഞാൻ ചെയ്യണോ അതിൻ്റെ കൂടെ ഇളക്കുക, പിടിക്കുക, അരിയുക, എന്താണെന്ന് വെച്ചാൽ കൂടെ വന്ന് ചെയ്യണം. അപ്പോൾ ചക്കയുള്ള കാരണം ചക്കീനെ നോക്കാൻ പറഞ്ഞ് ഞാൻ വിട്ടാൽ ഇടയ്ക്ക് ആൾ വന്ന് എൻ്റെ കൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നിട്ട് ആൾക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ഞാൻ ഇളക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇളക്കണം. ആൾക്കത് ശരിക്കും ഇളക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല, വെറുതെ ചട്ടകം വെച്ച് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ചേട്ടനെ ഞാൻ വിളിച്ചത് തേങ്ങാക്കൊത്ത് ഇടണം. ചേട്ടന് ചിക്കൻ കറി വയ്ക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിൽ അതൊരു ഇതാണ്. അപ്പോൾ ഞാൻ തേങ്ങ കൊത്തി തരാനാണ് കേട്ടോ ചേട്ടനെ വിളിച്ചത്. ചേട്ടൻ അതിൽ എക്സ്പേർട്ടാണ് കേട്ടോ. ആളത് കൊത്തി ഇങ്ങനെ തന്നോളും, നമ്മൾ പിന്നെ അത് അരിഞ്ഞെടുത്താൽ മതി. കാരണം തേങ്ങയുടെ ഉള്ളിൽ നിന്ന് ചിരട്ട മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അരിഞ്ഞിട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാനും ചക്കയും കൂടെയും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ബിസിയാണ് കേട്ടോ. അപ്പോൾ ചാരു ടേസ്റ്റ് ചെയ്ത് ചാറൊന്ന് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പിടാന്ന് വിചാരിച്ചിട്ട് അവൾ തന്നെ ഇടണം, അവൾക്ക് തന്നെ ഇടണം. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി ഉപ്പെടുത്ത്, പൊടി ഉപ്പാണ് കേട്ടോ. മറ്റേ ചിക്കൻ പുരട്ടി വെച്ചപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കല്ലുപ്പിട്ട് എങ്ങനെ ഉണ്ടാവും അറിയില്ല. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പൊടിയുപ്പും പിന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി അതൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വേഗം ഇട്ടു കേട്ടോ. ഇനി നമുക്ക് തേങ്ങ കൊത്തരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ചേട്ടൻ തന്നെയാണ് കേട്ടോ അരിഞ്ഞ് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വേപ്പില പൊട്ടിച്ചിട്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ കുടിക്കാമല്ലോ, വേറെ പണിയൊന്നും ഇല്ല. ഇനി ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ പൊടിക്കൈയാണ് കേട്ടത്. നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട്, ആ കറിവേപ്പില മാത്രം ഇട്ടാൽ കടുകും ഒന്നും ഇടില്ല, കറിവേപ്പില മാത്രം ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കും ചിക്കൻ കറി. അതാണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്നാണ് ചേട്ടൻ പറയണേ. അപ്പോൾ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും ഞങ്ങൾ ഇങ്ങനെയാട്ടോ ചെയ്യാറ്. കുറച്ച് വേപ്പില അത് ഒന്ന് താളിച്ചെടുക്കും. അപ്പോൾ ചേട്ടൻ തന്നെ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞു തരാനും മുന്നിൽ നിൽക്കാനും കേട്ടോ ആൾ റെഡി ആവാറ്. തേങ്ങാക്കൊത്ത് എടുത്ത് തരാറുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയത് എന്നെ ഇവള് അടുക്കളയിൽ കിടന്ന് പണിയെടുപ്പിക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ചാരിനോട് ചോദിച്ചതാണ്, ചാര് ഇത്ര നേരം അച്ഛൻ എവിടെയായിരുന്നു, എന്തെടുക്കായിരുന്നു എന്നിട്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവൾ പറയണ അപ്പുറത്തെ റൂമിൽ അച്ഛൻ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു, കാരണം സിനിമ കാണായിരുന്നെന്ന് കൊച്ചിനെ അറിയില്ല. അച്ഛൻ എപ്പോഴും അപ്പുറത്തെ റൂമിലാണ് ആവാറ്, മിക്കതും ഉറക്കം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകും. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഞാൻ ചക്കീനൊന്ന് ഉറക്കിയിട്ട് വന്നു. ചാരുവിനാണെങ്കിൽ നൂലപ്പം വേണ്ട, അവൾക്കൊന്നും വേണ്ട. ചിക്കനുള്ള കാരണം ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറ് ഊറ്റി കൊടുത്തു കേട്ടോ. അവൾക്ക് പിന്നെ ഇച്ചിരി മതിയല്ലോ, അത് കാരണം ചോറ് കൊടുത്തു. ആൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം ചോറിന് നല്ല ചുടുപ്പ് ഊറ്റിയെടുത്തല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം ചായയൊക്കെ കൂടെ കളിച്ചു. പിന്നെ ചക്കി ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ രണ്ടുപേരെയും കുളിപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചക്കിക്ക് നല്ല വാശിയാണ് കേട്ടോ ഉറങ്ങാനായിട്ട്. ഇടയ്ക്ക് വലിയ കുഴപ്പമില്ലാണ്ടിരുന്നോളും, പക്ഷേ ഉറങ്ങാൻ നല്ല വാശിയാണ്. വേറെ ഒന്നിനും അങ്ങനെ കുഴപ്പമില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ ആളെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല.
അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചാരുവിനെയും ചക്കീനെയും കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് രാവിലെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഒരു 12 മണിക്ക് ചാരുവിന് ഡാൻസ് ക്ലാസ്സിൽ പോകണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.